ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ വചന പഠന പരമ്പര മുൻപിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നമ്മെ സഹായിച്ചതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ ബലപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവത്തിൻ്റെ മഹത്വകരമായ കൃപ നമ്മുടെ മേലുണ്ടായിരുന്നു. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടിയങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, തന്നിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നന്ദി പറയുകയാണ്, സ്തുതി സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ചുരുക്കമായി കർത്താവ്യ വചനം പഠിക്കുവാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ അതിനായി മാറ്റിവെക്കുന്നു. അടിയങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും സാന്നിധ്യവും കടാക്ഷവും ഉണ്ടായിരിക്കണം എന്ന് അടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുന്ന് ചെയ്തു തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളിന്ന് പഠിക്കുന്ന വചനം കർത്താവ് ഏറ്റവും മനോഹരമായി കർത്താവെ അത് ഞങ്ങൾക്കത് മനസ്സിലാകുവാൻ കർത്താവെ അവിടുത്തെ ആത്മാവിൻ്റെ കൃപ അടിയങ്ങൾക്ക് ആവശ്യമാണ്. അതിനായി അടിയങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. അതിനനുസരിച്ച് ഞങ്ങളുടെ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ കർത്താവ് അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് അടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വചന പഠന പരമ്പരയിലേക്ക് മുൻപിലേക്ക് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ദൃശ്യവും ഓഡിയോ എല്ലാം ലഭ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിലവിൽ ഓൺലൈനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ വചന പഠന പരമ്പരയുടെ 17ാമത്തെ വിഭാഗമാണല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഓഡിയോ തടസ്സമുണ്ടെങ്കിൽ ദയവായി അറിയിക്കണമേ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ഓൺലൈനായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. നാം തുടർമാനമായി പഠിച്ചു വരുന്നത് ക്രിസ്തീയ ജീവിതം തിരുവചനാടിസ്ഥാനത്തിൽ എന്നുള്ള വിഷയമാണല്ലോ. ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് തിരുവചനാടിസ്ഥാനത്തിൽ അതെങ്ങനെയാണ് എന്നുള്ള വിഷയമാണല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് മുൻപിലേക്ക് വേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ 16 ഭാഗങ്ങളിലായി വിവിധങ്ങളായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് പഠനം മുൻപിലേക്ക് വേണ്ടി ദൈവം നമ്മെ സഹായിച്ചു. നാം ഇന്ന് പഠിക്കുന്നത് അതിൻ്റെ 17ാമത്തെ ഭാഗമാണ്. അപ്പോൾ നാളിതുവരെയും പഠിച്ചു വന്നിരിക്കുന്ന വിഷയങ്ങളെ നമുക്കൊന്ന് അല്പമൊന്ന് ചിന്തിക്കാം. അങ്ങനെയൊന്നും ഒരിക്കൽ നമ്മുടെ ഓർമ്മകളെ അത് പെട്ടെന്ന് മുൻപിലേക്ക് കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ച് വന്ന വിഷയങ്ങൾ അത് പ്രധാനമായും 5 പോയിന്റുകളിൽ രൂപീകൃതമായിട്ടാണ്. ആ 5 പോയിന്റുകൾ നമ്മുടെ ചിന്തകളെ രൂപാന്തരപ്പെടുത്തുക, നമ്മുടെ മനോഭാവങ്ങളെ രൂപാന്തരപ്പെടുത്തുക, നമ്മിലുള്ള ക്രിസ്തുവിൻ്റെ മഹാസാന്നിധ്യത്തെ മനസ്സിലാക്കുക, നാം ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ പക്വതയിലേക്ക് വളർന്ന് എത്തിച്ചേരുക, നാം നമ്മുടെ ആത്മീയ വരങ്ങളുടെ കാര്യസ്ഥന്മാർ ആയിത്തീരുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നാം മുൻപിലേക്ക് വന്നപ്പോൾ അതിൽ ഏറ്റവും അവസാനമായി എന്നാൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആത്മീയ വരങ്ങളുടെ കാര്യസ്ഥന്മാർ നാം എങ്ങനെയാണ് ആയിത്തീരുക എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി നാം പഠിച്ചു വന്നപ്പോൾ എന്താണ് ആത്മീയ വരങ്ങൾ എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സഭയെ കെട്ടിപ്പടുക്കുന്നതിനും മറ്റുള്ളവരെ സേവിക്കുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവാം ദൈവം ദൈവമക്കൾക്ക് നൽകുന്ന പ്രത്യേക കഴിവുകളോ ശാക്തീകരണങ്ങളോ ഒക്കെയാണ് ആത്മീയ വരങ്ങൾ എന്ന് നാം പഠിക്കുകയുണ്ടായി. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് തുടർന്ന് നാം ചിന്തിക്കുന്ന വിഷയങ്ങൾ, അപ്പോൾ ഏതൊക്കെയാണ് ആത്മീയ വരങ്ങൾ എന്നുള്ള വിഷയങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. അങ്ങനെ ഏകദേശം 18 ആത്മീയ വരങ്ങൾ, 18ൽ കൂടുതൽ വ്യത്യസ്തമായി പറയുന്നുണ്ട്. എന്നാൽ അത് പലപ്പോഴായി എടുത്തു പറയുമ്പോൾ അതിൽ 18 ആത്മീയ വരങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി നാം പഠിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ 10 ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ശേഷമുള്ള 11, 12 ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് ഇതിൽ 15ാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനിടയിലുള്ള ഇടയന്മാർ, ഭരണം എന്നീ വരങ്ങൾ നാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അത് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നാം കേന്ദ്രീകരിക്കുന്നത് ശുശ്രൂഷ വരത്തെക്കുറിച്ചാണ്. അഥവാ
സെർവിങ് എന്ന് പറയുന്ന വരത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നാളുവരെ പഠിച്ചിരിക്കുന്ന വരങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ മുൻപിലേക്ക് പോകാം. അപ്പോസ്തലത്വം എന്നുള്ള വരത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. പ്രവചന വരത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. വീര്യപ്രവൃത്തി വരത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. രോഗശാന്തി വരത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. അന്യഭാഷാ വരത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ഭാഷകളുടെ വ്യാഖ്യാന വരത്തെ സംബന്ധിച്ച് നാം പഠിക്കുകയുണ്ടായി. ആത്മാക്കളെ വിവേചിക്കുവാനുള്ള വരത്തെക്കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ജ്ഞാനത്തിൻ്റെ വരം നാം മനസ്സിലാക്കി. പരിജ്ഞാനത്തിൻ്റെ വരം നാം മനസ്സിലാക്കി. വിശ്വാസത്തിൻ്റെ വരത്തെക്കുറിച്ച് നാം പഠിച്ചു. പഠിപ്പിക്കുവാനുള്ള വരം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കി. സുവിശേഷ പ്രവർത്തന വരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി 15-16 ഭാഗങ്ങളിലായി ആദ്യത്തെ ഭാഗം എന്താണ് സുവിശേഷ പ്രവർത്തന വരം എന്നുള്ളതും രണ്ടാമത്തെ ഭാഗം പ്രായോഗികമായി സുവിശേഷത്തെക്കുറിച്ച് ചോദിക്കുന്ന പ്രായോഗിക ചോദ്യങ്ങളും അടങ്ങുന്നതാണ് നാം പഠിച്ചത്. അപ്പോൾ ഈ പറയപ്പെട്ട 15-16 വരെയുള്ള ഭാഗങ്ങളുടെ PDF നമ്മുടെ ഗ്രൂപ്പുകളിൽ ലഭ്യമാണ്. നാം ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ വചന പഠന പരമ്പരയുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ലിങ്കിൽ ഈ വിവരങ്ങളൊക്കെയും ഈ പറയപ്പെട്ട നമ്മുടെ മുൻപ് നാം പ്രവർത്തിച്ച 15-16 വരെയുള്ള 1 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളുടെ PDF ആയിരിക്കുന്ന, പ്രത്യേകിച്ച് PPTയുടെ PDF ആയിരിക്കുന്ന ക്ലാസ് നോട്ടുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ആ ക്ലാസ് നോട്ടുകളിൽ ഇതിൻ്റെ എല്ലാം നമ്മളിപ്പോൾ നോക്കി വന്നത് അതിൻ്റെ സംഗ്രഹങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ വിശദീകരിച്ച് എഴുതിയിരിക്കുന്ന 15-16 തൊട്ട് 25-30 വരെയുള്ള PDF എല്ലാം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതെല്ലാം നോക്കി നമുക്ക് പഠിച്ച് മുൻപിലേക്ക് പോകാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം ആ ഗ്രൂപ്പിലായിട്ട് നിങ്ങൾക്ക് ആ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തുടർന്ന് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ശുശ്രൂഷാവരത്തെ കുറിച്ചുള്ള വിഷയങ്ങളാണ്. ദ ഗിഫ്റ്റ് ഓഫ് സെർവിങ് എന്ന് പറയുന്ന ശുശ്രൂഷാവരത്തെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. വളരെ ചുരുക്കമായി പഠിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇന്ന് അതിൻ്റെ 17-ാം ഭാഗം ശുശ്രൂഷാവരത്തെക്കുറിച്ച് ദ ഗിഫ്റ്റ് ഓഫ് സെർവിങ് എന്നുള്ളതാണ് നാം പഠിക്കുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യമായി ഒരു വചനം നമുക്ക് നോക്കാം. നാം മുൻ ഭാഗങ്ങളിൽ കണ്ടിരിക്കുന്നത് തന്നെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഈ വരങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതിയിരിക്കുന്നു ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. ഇതൊക്കെ ഉത്സാഹത്തോടെ ആവട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റവും മനോഹരമായി ചെയ്യുക എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ വരുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു വരമാണ് എന്നുള്ളത് വിശുദ്ധ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ വളരെ വേഗം മുൻപിലേക്ക് പോകട്ടെ. അപ്പോൾ അതിൻ്റെ ആരംഭത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ഓരോ ക്രിസ്ത്യാനിക്കും അഥവാ ഓരോ ക്രിസ്തു ഭക്തനും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, ദൈവമായി സ്വീകരിച്ച്, അംഗീകരിച്ച് ആ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഓരോ ക്രിസ്തു ഭക്തനും ബൈബിൾ പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു ആത്മീയ വരമെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ആരംഭ ക്ലാസ്സുകളിൽ നാം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നാം വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും ഏറ്റവും ചുരുങ്ങിയത് ഒരു വരമെങ്കിലും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കണമേ. അത് എന്തിനാണ്? ഓരോ ക്രിസ്തു വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് മുൻപിലേക്ക് പോകാം. ആയതിനാൽ നമ്മുടെ സഭയിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പ്രാദേശിക സഭയിൽ, അത് ഏത് സഭാവിഭാഗവും ആയിക്കൊള്ളട്ടെ കേട്ടോ, ഇത് ഇന്ന സഭാവിഭാഗം എന്നൊന്നുമില്ല. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഏത് സഭാവിഭാഗമാണോ, അല്ലെങ്കിൽ ഏത് ലോക്കൽ ചർച്ചിലാണോ, ഏത് പ്രാദേശിക സഭയിലാണോ, ആ പ്രാദേശിക സഭയിൽ ദൈവത്തെ സേവിക്കുക, അങ്ങനെ സഭയെ സേവിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. അത് കത്തോലിക്ക സഭയാകാം, യാക്കോബിറ്റ് സഭയാകാം, പെന്തക്കോസ്റ്റൽ ചർച്ചാകാം, ബ്രദറൻ സഭയാകാം, ബാപ്റ്റിസ്റ്റ് സഭയാകാം,
മറ്റു പ്രാദേശിക സഭകളാകാം, ലൂതറൻ സഭയാകാം, മാർത്തോമാ ചർച്ച് ആവാം, അത് ഏതുമായിക്കോട്ടെ, പ്രൊട്ടസ്റ്റന്റ് സഭകളാകാം, അല്ലെങ്കിൽ പാശ്ചാത്യ, അതായത് പൗരസ്ത്യ സഭകളോ പാശ്ചാത്യ സഭകളോ ഒക്കെയും ആകാം. അതിൻ്റെ മറ്റു നിർവചനങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നു, ആത്മീയമായ മറ്റു നിർവചനങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഏത് സഭയാണെങ്കിലും ആ സഭയുമായിരിക്കുന്ന ബന്ധത്തിലാണ് നാം ഇപ്പോൾ വിഷയങ്ങൾ ചിന്തിക്കുന്നത്. ഏത് സഭയിലാണ് താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്നത്, ഏത് സഭയിലാണ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം ആയിരിക്കുന്ന പ്രാദേശിക സഭയിൽ നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ഞാനും താങ്കളും നാം ഒരുമിച്ച് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ സഭയിൽ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ സേവിക്കാമെന്ന് നിർണയിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടം നമ്മുടെ ആത്മീയ ദാനങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ്. നാം അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയല്ലോ, പഠിച്ചുവല്ലോ. തീർച്ചയായും സഭയിൽ ഏർപ്പെടുവാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ദാനം എന്താണെന്ന് നാം അറിയേണ്ടതില്ല. എന്നാൽ വാസ്തവത്തിൽ സേവിക്കുന്ന പ്രക്രിയയിലാണ് നാം പലപ്പോഴും നമ്മുടെ ആത്മീയ ദാനങ്ങളെ കണ്ടെത്തുന്നത്. കാരണം നാം ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രാദേശിക സഭയിൽ, ലോക്കൽ ചർച്ചിൽ നാം ഓരോന്നും കണ്ടെത്തുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയപരം അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ ദാനം ഏതാണെന്ന് കണ്ടെത്തുന്നത് പലപ്പോഴും നാം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിലൂടെ മുൻപിലേക്ക് പോകുമ്പോഴാണ്. ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ, ഒരു പ്രവർത്തനത്തിൽ നാം ജാഗരൂകരാകുമ്പോൾ, ആ പ്രവർത്തനത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപിലേക്ക് പോകുമ്പോഴാണ് ഏതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീയ ദാനം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പ്രമാണിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുവാൻ ഏതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ ദാനം എന്ന് നാം ഓരോ ദാനങ്ങളും ചെയ്തു വരുമ്പോൾ പ്രവർത്തനത്തിലാണ് അത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാവുന്നത്, അത് തെളിഞ്ഞു വരുന്നത് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. റോമർ 12-ാം അധ്യായത്തിലും 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലൊക്കെയും ആത്മീയ ദാനങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നാം കണ്ടുവല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ അതിന് ആമുഖമായി തന്നെ ഇതൊക്കെയും പറഞ്ഞു പോവുകയാണ്. സാർവത്രികമായ ക്രിസ്തുവിൻ്റെ ശരീരം, അഥവാ നമ്മളതിനെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കാതോലിക്ക സഭ എന്നുള്ള പദമൊക്കെയും ഉപയോഗിക്കാറുണ്ട്. കാതോലികമായ സഭ എന്ന് നാം ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് നിലവിൽ കാണുന്ന സഭയിലെന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി ദൈവമായി അംഗീകരിച്ച് ആരാധിക്കുന്ന, വിശുദ്ധ വചനപ്രകാരം ആരാധനയെ മുൻപിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ സഭകളും ഉൾപ്പെടുന്ന, പ്രാദേശിക സഭകളെല്ലാം ഉൾപ്പെടുന്ന സാർവലൗകിക സഭയാണ് ഈ പറയുന്ന സാർവത്രികമായ ക്രിസ്തുവിൻ്റെ ശരീരം അഥവാ കാതോലിക സഭ എന്നൊക്കെയുമുള്ള പദങ്ങൾ വെച്ച് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സൽ ചർച്ച് എന്നാണ്. ദ യൂണിവേഴ്സൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗോളപരമായിരിക്കുന്ന എല്ലാ പ്രാദേശിക സഭകളും യഥാർത്ഥമായി കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് വിശ്വസിച്ച് വിശുദ്ധ വചനപ്രകാരം ആരാധനയെ മുൻപിലേക്ക് നടത്തുന്ന എല്ലാ സഭകളും, എല്ലാ നാമനിർദ്ദേശ സഭകളും, എല്ലാ ലോക്കൽ ചർച്ചുകളും, എല്ലാ പ്രാദേശിക സഭകളും ഉൾപ്പെടുന്ന കൂട്ടമാണ് സാർവത്രിക സഭ അഥവാ ആഗോള സഭ. അപ്പോൾ ഈ പ്രാദേശിക സഭ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ. ഓരോ ലോക്കൽ ചർച്ചും ഓരോ പ്രദേശത്തുമുള്ള ഓരോ സഭയും അത് വ്യത്യസ്തമായ ഡിനോമിനേഷനുകളിൽ അത് അറിയപ്പെടുന്നു എന്നുള്ളത് വ്യത്യസ്തമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ ഡിനോമിനേഷനുകളിലും ഉൾപ്പെടുന്ന എല്ലാ പ്രാദേശിക സഭകളും, അത് ഏത് സഭയായാലും, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സഭകളുടെ പേര് എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കത്തോലിക്ക സഭയെന്നോ, യാക്കോബിറ്റ് സഭയെന്നോ, ബ്രദറൻ സഭയെന്നോ, പെന്തക്കോസ്റ്റൽ ചർച്ചുകളെന്നോ, ഇനിയെങ്കിൽ പ്രത്യേകമായ ഡിനോമിനേഷനുകൾ ഇല്ലാത്ത സഭകളെന്നോ, പ്രാദേശിക സഭകൾ, ലോക്കൽ സഭകളെന്നോ, മാർത്തോമാ സഭയെന്നോ, മറ്റു ലൂതറൻ സഭ, അങ്ങനെയുള്ള ഏത് സഭാ വിഭാഗവുമായിക്കൊള്ളട്ടെ. അപ്പോൾ ഞാൻ ഇനിയും ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ അതിനെ പറഞ്ഞില്ല എന്ന് വെച്ചത് ഈ സഭയുടെ ഭാഗമല്ല എന്ന് പറയുന്നില്ല. ഞാനിത് പറഞ്ഞു വരുന്നതിനകത്ത് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. വചനാടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് വചനാടിസ്ഥാനത്തിലുള്ള ആരാധന നടത്തുന്ന ഏത് സഭയും പ്രാദേശിക സഭയാണ്. ശുശ്രൂഷ വിഭാഗങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കോർ ഡോക്ട്രിൻസ് എന്ന് പറയുന്നതിൽ യാതൊരുവിധമായ കൈകടത്തലുകളും വരുത്താത്ത സഭകളെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് തൃത്വോപദേശം അതുപോലെ പഠിപ്പിക്കുന്നു. വചനാടിസ്ഥാനത്തിലുള്ള തൃത്വ ഉപദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അങ്ങനെയുള്ള വചനം നമ്മുടെ സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന എല്ലാ പ്രാദേശിക സഭകളെയും ഒരുമിച്ച് ചേർത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നതാണ് സാർവത്രികമായ ക്രിസ്തുവിൻ്റെ സഭ അഥവാ ശരീരം. അപ്പോൾ സാർവത്രികമായ ക്രിസ്തുവിൻ്റെ ശരീരവും പ്രാദേശിക സഭയിലെ വിശ്വാസികൾ ആരാധനയ്ക്കായി പങ്കെടുക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്നിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇത് രണ്ടാണ് കേട്ടോ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സാർവത്രിക സഭ, കാതോലിക്ക സഭ എന്നെല്ലാം പറയുന്നതും പ്രാദേശിക സഭ, ഓരോ ലോക്കൽ ചർച്ച് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറയട്ടെ.
അപ്പോൾ വിശ്വാസികൾ അഥവാ ക്രിസ്ത്യാനികൾ അവരുടെ ആത്മീയ ദാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യത്യാസമില്ല. കാരണം ദൈവത്തെ സേവിക്കുന്നത് ഞായറാഴ്ചകളിൽ മാത്രം സംഭവിക്കുന്ന ഒരു സംരംഭമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 24 മണിക്കൂറും ദൈർഘ്യമുള്ള ഒരു ക്യാമ്പാണ്. 24/7 ആണ് ദൈവത്തെ സേവിക്കുക എന്നുള്ളത്. കേവലം ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി ആ ഉൾപ്പെട്ടു നിൽക്കുന്ന ലോക്കൽ സഭയെ അല്ലെങ്കിൽ ആ പ്രാദേശിക സഭയെ സേവിക്കുന്നത് മാത്രം ദൈവത്തെ സേവിക്കുന്നതിന് തുല്യം എന്ന് പറയല്ലേ. കാരണം ഇത് 24/7 ആണ്. എപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കുന്നതാണ് ദൈവത്തെ സേവിക്കുക എന്നുള്ളത്. ശേഷം എല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികളും അവരുടെ പ്രാദേശിക പള്ളികളിൽ, പ്രാദേശിക സഭകളിൽ ദൈവത്തെ സേവിക്കുകയും ഒരു സഭാ കെട്ടിടത്തിന്റെ, ഒരു പള്ളി കെട്ടിടത്തിന്റെ മതിലുകൾക്ക് പുറത്ത് സേവിക്കുവാനുള്ള അവസരങ്ങൾ തേടുകയും. ഞാൻ ഒരിക്കലും ഓർമ്മിപ്പിക്കട്ടെ, ഞായറാഴ്ചകളിലുള്ള സേവനങ്ങൾ മാത്രമല്ല, ഞായറാഴ്ചയ്ക്ക് പുറത്തുള്ള സേവനങ്ങളും ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ എന്ന മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന സേവനങ്ങൾ മാത്രമല്ല, ആ സഭാ കെട്ടിടത്തിന്, ആ മതിൽ കെട്ടിടത്തിലേക്ക് പുറത്തേക്കുമായി സേവനങ്ങളെ നാം മാനിക്കണം എന്ന് നാം പ്രത്യേക ഓർമ്മിപ്പിക്കണം. അതാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന സേവനം അഥവാ ശുശ്രൂഷ മനോഭാവം എന്ന് പറയുന്നത്. സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തുമെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ഞാൻ അങ്ങേ ഈ സമയം പ്രബോധിപ്പിക്കട്ടെ, ഓർമ്മിപ്പിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിനുള്ള അവസരങ്ങൾ നാം എന്ത് ചെയ്യണം? തേടിക്കൊണ്ടേയിരിക്കണം. ദൈവം ഏത് ആത്മീയ ദാനമാണ് നൽകിയതെന്ന് കണ്ടെത്തുന്നത് പലർക്കും പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയദാനം ഏതാണെന്ന് കണ്ടെത്താത്തവരായിരിക്കാം, കണ്ടെത്തിയവരും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ആത്മീയദാനങ്ങളുടെ കണ്ടെത്തൽ പ്രവൃത്തിയിൽ കൂടുതൽ വ്യക്തമാകും. കാരണം ഓരോ പ്രവൃത്തിയും നാം ചെയ്തു വരുമ്പോൾ അത് ഏത് ആത്മീയദാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, കൃത്യമായി അതിൽ ശോഭിക്കുവാൻ കഴിയും. നമ്മൾ വിവിധ ജോലികളിൽ സേവിക്കുമ്പോൾ നമ്മൾ എന്തിൽ മിടുക്കരാണ്, ഏത് ജോലിയിലാണ് മിടുക്കരാണ്, നമുക്ക് എന്തിനു വേണ്ടിയുള്ള മനസ്സുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്ന ജോലി, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന ഏത് ജോലിയും അത് ആത്മീയദാനത്തിന്റെ ഭാഗമാണ്. സേവിങ് എന്ന് പറയുന്ന, ശുശ്രൂഷ എന്ന് പറയുന്ന ആത്മീയവരത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതനെ ഇപ്പോൾ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നാം എന്തിനു വേണ്ടി ചെയ്യുന്നു? അത് മനസ്സോടെയാണോ ചെയ്യുന്നത്? നാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ശോഭിക്കുവാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെയൊക്കെയും ഈ ശുശ്രൂഷ വരം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. പക്ഷെ അപ്പോൾ അവിടെ എന്താണ് നാം ശ്രദ്ധിക്കേണ്ടത്? ഏത് കാര്യവും ചെയ്യുമ്പോൾ അതിൽ ശോഭിക്കുന്നുണ്ടോ, മനസ്സോടെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ മുൻപിലേക്ക് പോകട്ടെ. പ്രാദേശിക സഭയിൽ ഒരാവശ്യം കണ്ടെത്തുക എന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം കണ്ടെത്തുക എന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഏത് പ്രാദേശിക സഭയിലാണെങ്കിലും ആ സഭയിലെ ആവശ്യം എന്താണെന്ന് കണ്ടെത്തുക ഒരു പ്രശ്നമല്ല. സമൂഹത്തിൽ സുവിശേഷീകരണം, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഓർമ്മയുണ്ടല്ലോ, എല്ലാ ക്രിസ്തു ഭക്തരും, എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ ക്രിസ്തു വിശ്വാസികളും സുവിശേഷീകരണം ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം പ്രകാരം. അപ്പോൾ സമൂഹത്തിൽ സുവിശേഷീകരണം മുതൽ സഭയിലെ, ഞാൻ അതിനെടുത്തു പറയുകയാണ്, സഭയിലെ കക്കൂസോ കുളിമുറിയോ വൃത്തിയാക്കുന്നതുവരെ, സഭ അടിച്ചു വാരുന്നതുവരെ, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, സഭയിലെ സമൂഹത്തിലെ സുവിശേഷീകരണം മുതൽ സഭയിലെ ഒരു കേവലം ചെറിയ കാര്യം പോലും, സഭയ്ക്ക് പുറത്തും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. മനസ്സിലായില്ലേ? സഭയുടെ ആവശ്യങ്ങളെക്കുറിച്ച് സഭാ നേതൃത്വത്തോട് അന്വേഷിക്കുന്നത് വളരെ നല്ലതാണ്. എന്താണ് സഭയിൽ ആവശ്യമുള്ളത്? എൻ്റെ സേവനം എന്താണ് സഭയിൽ? സഭയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ സേവനം എന്താണ്? സഭാ നേതൃത്വവുമായി ആലോചിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. ഏതൊക്കെ ജോലികളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ജോലികളിലേക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത്, നമുക്ക് അന്വേഷിക്കാം. അവ നമുക്ക് അനുയോജ്യമാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് സഭയുടെ പാസ്റ്ററോ അച്ഛനോ ശുശ്രൂഷകനോ ആരോ ആയിക്കോട്ടെ, അവരുമായി, സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കുമായി ഒരു സംഭാഷണം നടത്തുക. ഇനി എന്ത് സേവനമാണ് ഞാൻ സഭയോട് ചെയ്യേണ്ടത്, സഭയിൽ ചെയ്യേണ്ടത്, സഭയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ചെയ്യേണ്ടത്? നമുക്ക് സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്ത് അതിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതിൽ ഏതാണ് ഞാൻ ശോഭിക്കുക, ഏത് സേവന മനോഭാവമാണ്, ഏത് സേവനപരമാണ് എനിക്ക് ശോഭിക്കുവാൻ കഴിയുക, നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തുവാൻ കഴിയും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ അറിയിക്കട്ടെ. ഇത് പലപ്പോഴും പല വ്യത്യസ്തമായ രീതിയിൽ നിന്ന് കോപ്പി ചെയ്തതും അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ലഭിച്ച വിവരങ്ങളൊക്കെ ഞാനൊരു പട്ടികപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രാദേശികമായി ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ചില ഉദാഹരണങ്ങൾ: സൺഡേ സ്കൂൾ പോലുള്ള കാര്യങ്ങളിൽ ബൈബിൾ പഠന അധ്യാപകരായി പ്രവർത്തിക്കുക, കുട്ടികളുടെയും അല്ലെങ്കിൽ യൂത്ത്സിൻ്റെയൊക്കെയും നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുക, സഭയുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്യാഷ്യറായിട്ട് ജോലി ചെയ്യുക, അല്ലെങ്കിൽ മറ്റു ജോയിൻറ്റ് സെക്രട്ടറി അങ്ങനെയുള്ള മേഖലകളിലേക്ക്, അല്ലെങ്കിൽ ഡീക്കൻ എന്നുള്ള പൊസിഷനിലേക്കൊക്കെ കടന്നു വരിക, സെക്രട്ടറിമാരെന്നുള്ള പദം. ഇനി സഭയും സഭാ കെട്ടിടവും പരിസരവും പരിപാലിക്കുവാനായിട്ട്
മുൻപിലേക്ക് കടന്നു വരിക, സഭ അടിച്ചു വാരുക, എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ സഭാരാധനയ്ക്ക് മുൻപ് സഭാ കെട്ടിടത്തിലേക്ക് കടന്നു വന്ന് സഭയിലുള്ള കാര്യങ്ങളെ അടിച്ചു വാരി വൃത്തിയാക്കുക. സഭയിൽ ഇപ്പോൾ ചെയറുകളാണെങ്കിൽ ആ ചെയറുകൾ അറേഞ്ച് ചെയ്തിടുക. സഭാരാധനയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക. ഒരു ചായ വെക്കുക. സഭയിലേക്ക് കടന്നു വരുന്ന വിശ്വാസികളെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ അവർക്ക് വേണ്ടി ഒരു ചായ വെച്ച്, ഞാൻ പ്രാദേശികമായും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരു ചായ വെച്ച് കൊടുക്കുക, അല്പം വെള്ളം തിളപ്പിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം ആവശ്യമുള്ളവർക്ക് ചൂടുവെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മേശ പിടിച്ചിടുക, കസേര പിടിച്ചിടുക. നമ്മൾ അങ്ങനെ കടന്നു വരുന്ന വഴിക്ക് ഒരു കല്ല് കടന്നു വരുന്ന വഴിയിൽ കണ്ടോ, കല്ലെടുത്ത് മാറ്റിയിടുക. ഇതെല്ലാം ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം എൻ്റെ പ്രിയ സ്നേഹിത. ഞാനിതിപ്പോൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ഇത്തരത്തിലുള്ള സഭയെ സ്നേഹിക്കുന്ന ഒത്തിരി സഹോദരന്മാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നു. ഞാൻ ഈ ഒരു നിമിഷം അവരെ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഉപയോഗിക്കട്ടെ കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കടന്നു വന്ന് കഷ്ടപ്പാടും പ്രയാസങ്ങളും ശാരീരിക പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതിനൊന്നും വകവയ്ക്കാതെ കാര്യങ്ങളിലേക്ക് കടന്നു വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലികളൊക്കെയും അത് തുറന്നും ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. ദൈവം എല്ലാ പ്രിയപ്പെട്ടവർക്കും തീർച്ചയായിട്ടും അതിന് പ്രതിഫലം നൽകും. അപ്പോൾ സഭയും കെട്ടിടവും പരിപാലിക്കുക. ജാനിറ്റർ എന്ന വാക്ക് ഞാനത് പ്രധാനമായി ഉപയോഗിക്കുന്നത്, അത് ക്ലീൻ ചെയ്യുന്ന ആളുകളൊക്കെയും ഉപയോഗിക്കുന്നതാണ്. അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന തൊഴിലാളികൾ, ഇനി കുട്ടികൾക്കോ അല്ലെങ്കിൽ വയസ്സായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നടക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരെ വാഹനങ്ങളിൽ പോയി കൊണ്ടുവരിക, അവരെ കൊണ്ടാക്കുക. അപ്പം ഇതൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ വളരെ പ്രധാനമാണ്. ദൈവത്തിന് മുൻപാകെ നാം ചെയ്യുന്ന ഓരോ ചെറിയ സേവനങ്ങളും ശുശ്രൂഷകളും വളരെ പ്രധാനമാണ് കേട്ടോ. അഷർമാരെ ഗ്രീറ്റർ എന്ന് പറഞ്ഞാൽ കടന്നു വരുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെ അഷേഴ്സായിട്ട് നിൽക്കുക, ഗായക സംഘത്തിലെ അംഗങ്ങളായിരിക്കുക, സൊളോയിസ്റ്റുകളാകുക, ഒറ്റയ്ക്ക് പാട്ട് പാടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, സംഗീതജ്ഞർ, സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന രീതിയിൽ മുമ്പിലേക്ക് പോവുക, സംഗീത സംവിധാനം ചെയ്യുക, ഗാനത്തിൻ്റെ നേതാക്കളായി തീരുക തുടങ്ങിയത്. ഇനി കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് കടന്നു വരുമ്പോൾ ഓഡിയോ, വീഡിയോ തുടങ്ങിയ ടെക്നീഷ്യന്മാരാകുക, വെബ്സൈറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരാകുക, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാർ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഓൺലൈൻ മീഡിയ കോർഡിനേറ്റ് ചെയ്യുക. ഇനി പറഞ്ഞ ട്രഷറർമാരും അക്കൗണ്ടന്മാരും ആയിത്തീരുക, അടുക്കള തൊഴിലാളികൾ, നഴ്സറി തൊഴിലാളികൾ. അപ്പോൾ ഇങ്ങനെയെല്ലാം കടന്നു വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് കാര്യം നമ്മൾ ചിന്തിക്കും, ഇത് ഇത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് സഭയിൽ ഇപ്പോൾ നമുക്ക് ചർച്ചിൽ ഒരു കഞ്ഞി വെക്കുകയാണ്. ഞാൻ പ്രാദേശികമായിട്ടാണ് ഉൾപ്പെടുത്തി പറയുന്നത് കേട്ടോ. ചോറാക്കാം, ബിരിയാണിയാക്കാം, ഓരോ പ്രാദേശിക സഭയുടെ തയ്യും വ്യത്യസ്തപ്പെട്ടിരിക്കും, ആ മീറ്റിങ്ങുകളെ അടിസ്ഥാനപ്പെട്ടിരിക്കും. അപ്പോൾ ഏറ്റവും ചുരുങ്ങുന്നത് നമ്മുടെ സഭയിൽ ഒരു കഞ്ഞി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ ഒരു ചോറുണ്ടാക്കുന്നു, ബിരിയാണി ഉണ്ടാക്കുന്നു. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരിമാരുണ്ട്. പ്രത്യേക സഹോദരിമാരാണല്ലോ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു, സഹോദരന്മാരും ഈ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ചു വാരിയിടുക, വൃത്തിയാക്കിയിടുക, സഭയും പരിസരവും എല്ലാം വൃത്തിയാക്കിയിടുക. സമയം കിട്ടുമ്പോൾ സഭയിലേക്ക് കടന്നു വന്ന് ആ സഭ വൃത്തിയാക്കിയിടുവാനായിട്ടുള്ള ശുഷ്കാന്തി കാണിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളത് കാര്യങ്ങൾ നമ്മൾ മനുഷ്യരുടെ മുൻപാകെ സത്യത്തിൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല, ഇതൊന്നും അല്ലല്ലോ. ഇപ്പം ഞാനൊരു സഭയിൽ ശുശ്രൂഷ നടത്തുന്ന ഒരു ദൈവദാസനും അവിടെ അടിച്ചു വാരിയിടുന്ന ഒരു ശുശ്രൂഷകനും അല്ലെങ്കിൽ ശുശ്രൂഷക്കാരത്തെയൊക്കെയുമായി ബന്ധപ്പെടുത്തി ഞാൻ പറയട്ടെ, രണ്ടും രണ്ടായിട്ട് നമുക്ക് കാണും. മനുഷ്യർ അങ്ങനെ കാണും. സഭയിൽ ശുശ്രൂഷ നടന്ന ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു മൂപ്പൻ, ആ വ്യക്തി അത് ചെയ്യുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. അതെന്തോരും എഫേർട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് പറയുവാനും പ്രഘോഷിക്കുവാനൊക്കെ ഒത്തിരി ആളുകളുണ്ടോ. പക്ഷെ നമ്മുടെ സഭയിൽ അന്ന് കടന്നു വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് ഇരിക്കിടമുള്ള ഇരിപ്പിടം നിരത്തിയിട്ടതും, അല്ലെങ്കിൽ ആ ഇരിപ്പിടയിൽ എടുത്തിരുന്ന ആ സ്ഥലം വൃത്തിയാക്കിയതും, ആ സഭയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടതും, കഞ്ഞി വെച്ചതും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സഹോദരന്മാരൊക്കെയും ഉണ്ടാകും. അപ്പോൾ ഈ രണ്ടുപേരും ചെയ്യുന്നത് വലിയ പ്രവർത്തനങ്ങളാണ്. ദൈവസന്നിധിയിൽ ഇതൊക്കെയും വിലമതിക്കുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഞാൻ രണ്ട് പേരുടെ ഉദാഹരണം എടുത്ത് പറഞ്ഞ് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ ഉപസംഹാരത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഓരോ സഭയിലെയും ഓരോ അംഗവും ഏതെങ്കിലും വിധത്തിൽ സേവനം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഓരോ സഭയിലെയും ഓരോ അംഗവും ഏതെങ്കിലും വിധത്തിൽ സഭയിലുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, സഭയുടെ പുറത്ത് സഭയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ, കർത്താവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ, ഏതെങ്കിലും മേഖലയിൽ സമൂഹത്തിൽ സേവനം ചെയ്യുന്ന ഒരിക്കലും ശുശ്രൂഷയുടെ ഇതായിട്ട് കണക്കാക്കാൻ പറ്റില്ല കേട്ടോ. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് കർത്താവുമായി ബന്ധപ്പെടുത്തി, സഭയുമായി ബന്ധപ്പെടുത്തി സമൂഹത്തിലേക്ക് സേവനം ചെയ്യുമ്പോൾ അത് ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സഭയിലെയും ഓരോ അംഗവും ഏതെങ്കിലും വിധത്തിൽ സേവനം ചെയ്യണം. അത് മറ്റുള്ളവരെ സേവിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് കർത്താവിൻ്റെ ഓരോ ദാസനും ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും കർത്താവിൻ്റെ ദാസന്മാരും ദാസിമാരുമാണ്. അത്
മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ്. ഈ സ്നേഹത്തിൽ താഴ്മയോടെ പരസ്പരം സേവിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയും. ഇപ്പോൾ രോഗം ബാധിച്ച ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് രോഗം ബാധിച്ചു. മറ്റൊരു കുടുംബം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഏറ്റവും ചുരുക്കി നമ്മുടെ പ്രാദേശികമായ ചുറ്റുപാടുമായി ബന്ധപ്പെടുത്തി പറയുന്നത്, അല്പം ഭക്ഷണം ഉണ്ടാക്കിയ രോഗം ബാധിച്ച കുടുംബത്തെ ശുശ്രൂഷിക്കുക, അവർക്ക് കൊണ്ടു കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക എന്നൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. സാമ്പത്തികമായി മാത്രമല്ല കേട്ടോ സഹായിക്കാൻ കഴിയുന്നത്, അല്ലാതെ ഒക്കെ നമുക്ക് ചെയ്യുവാനേ കഴിയും. ഒരല്പം ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സുഹൃത്ത്, ഞാൻ അങ്ങനെയൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, സഭാവിശ്വാസികൾ ചെയ്യുന്ന. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു സഭാ ശുശ്രൂഷന്, ഒരു സഭാ അംഗത്തിന് അല്പം കഞ്ഞി ഉണ്ടാക്കി അവർ കൊണ്ടു കൊടുക്കുന്നതെല്ലാം നിങ്ങളുടെ ശുശ്രൂഷ മനോഭാവത്തെ ദൈവമായിരിക്കുന്ന ബന്ധത്തിൽ കാണിക്കുന്നതാണ്. ദൈവം താങ്കളെ സഹായിക്കട്ടെ. അപ്പോൾ ഇനി ഒരു വൃദ്ധയായ ഒരു അമ്മച്ചി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ പോയി സന്ദർശിക്കുക, അവർക്ക് സന്തോഷം നൽകുന്ന വാക്കുകൾ പറയുക, അവർക്ക് അല്പം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം അവർക്ക് വേണ്ടി ചെയ്യുക. ഇതൊക്കെ വളരെ. ഇനി മറ്റൊരു കാര്യമാണ് ഞാൻ പറയാം. നാം അല്പസമയം ലഭിക്കുമ്പോൾ നമ്മുടെ സഭയിലായിരിക്കുന്ന ഒരു സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ ഫോൺ എടുത്ത് വിളിച്ചിട്ട് പറയുക, ഞാൻ അതൊക്കെ ആത്മാർത്ഥമായി ചെയ്യണം കേട്ടോ, ഞാൻ ഇന്ന് അല്പസമയം കൊണ്ട് താങ്കളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു, അപ്പോൾ ഞാൻ താങ്കളെ ഒന്ന് വിളിക്കാനായിട്ട് തോന്നി. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്കൾ സന്തോഷമായിരിക്കുന്നില്ലോ, പ്രയാസങ്ങളൊന്നുമില്ലല്ലോ, സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഒരു ഫോൺ എടുത്ത് നമുക്കൊരു വിളിക്കും. ഇപ്പോൾ എല്ലാവരും വാട്സപ്പും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇടാം അല്ലേ, എവറിത്തിങ് ഈസ് ഫൈൻ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നൊന്നും വേണ്ടല്ലോ, നമ്മൾ നേരിൽ കാണുമ്പോൾ ഹായ് ബൈ പറഞ്ഞാൽ മതി. ശരിയാണ് കേട്ടോ, അതും ശരിയാണ്, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക്, താല്പര്യമുള്ളവർക്ക് അത്തരത്തിലും ഈ സേവന മനോഭാവത്തിലേക്ക് എത്താൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു ചെറിയ കാര്യവും സേവനത്തിൻ്റെ വകുപ്പിൽ ഉൾപ്പെടുന്നു എന്ന് പറയുവാനായിട്ട് ഈ വിഷയങ്ങൾ എടുത്തു എന്ന് മാത്രമേ. അപ്പോൾ എങ്ങനെയും സഭയെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഇനി മുകളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന പോലുള്ള സേവന ജോലികളിൽ വിശ്വാസികൾ വ്യാപൃതരായേക്കാം. വ്യാപൃതരായിരിക്കുന്ന വിശ്വാസികളുണ്ട്, ഇനി വ്യാപൃതരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവം ഇവരെയും സഹായിക്കട്ടെ. എന്നാൽ സ്നേഹമില്ലാതെ അനന്തമായി പ്രവർത്തിക്കുന്ന അർത്ഥശൂന്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആരെയും വിഷമിപ്പിക്കാനല്ല, ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. 1 Corinthians 13 1 മുതൽ 3 വാക്യങ്ങൾ അറിയാമല്ലോ. സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല, മുഴങ്ങുന്ന ചെമ്പോ ചെങ്കിലയോ അല്ലേ, ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അറിയാലോ. 1 Corinthians 13 സേവിക്കുന്നതിൽ നാം മുന്നേറുമ്പോൾ താഴ്മയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും ആത്മാവോടെ നമുക്കത് ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി 2 ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് സ്തെഫാനോസിനെ കുറിച്ച്. സ്തെഫാനോസിന്റെ കുടുംബം ഈ ശുശ്രൂഷ മനോഭാവത്തിൽ വളരെ 1 Corinthians 16 15 ഒന്ന് പരിശോധിക്കൂ, നോക്കൂ. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സഹോദരന്മാരെ, സ്തെഫാനോസിന്റെ കുടുംബം അഖായയിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുമെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ അല്ലേ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവര് ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ്. അപ്പോൾ സ്തെഫാനോസിന്റെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ ശുശ്രൂഷ മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഇനി അടുത്ത ആരാണ്? ഒനേസിഫറസ്. 2 Timotheus 1:15-18 വരെയുള്ള വാക്യങ്ങൾ. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിലുള്ളവർ ആകുന്നു. ശേഷം പറയാണ്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമായിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവനെ സംഗതി വരുത്തട്ടെ. എഫേസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുള്ളൂ. അപ്പോൾ ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതും ഒരു വലിയ സേവന മനോഭാവത്തിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ദേവദാസന്മാരെന്ന് പറയുമ്പോൾ പ്രത്യേക നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഓരോ സഭാവിശ്വാസിയുടെയും കടമയാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുവാൻ കൂടെ ഈ സമയം ഉപയോഗിക്കുകയാണ്. ദേവദാസന്മാരെ, ദൈവ സഭയിലായിരിക്കുന്ന നേതൃത്വത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ സഭാവിശ്വാസികളെയും, ഇപ്പോൾ ഇവരെല്ലാവരെയും ശുശ്രൂഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞ് മുൻപിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേകം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്തു വരുന്ന കാര്യങ്ങളാണ് എന്ന് ഒരിക്കൽ തന്നെയും ചില വിശ്വാസികൾ അല്ലെങ്കിൽ പല വിശ്വാസികൾ ചെയ്യാറില്ല എന്നുള്ളത് വളരെ ഖേദത്തോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. എന്നാൽ വളരെ ഉത്സാഹത്തോടെ, അത്യുത്സാഹത്തോടെ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒത്തിരി സഭാവിശ്വാസികളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട് എന്ന് ഞാൻ ഈ സമയം സന്തോഷത്തോടെ ഓർക്കുകയും ചെയ്യുകയാണ്. ഞാനൊരു ചോദ്യം അങ്ങയോട് ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത. അങ്ങ് താങ്കളുടെ സഭയിൽ ഏത് രീതിയിലാണ് ദൈവത്തെ സേവിക്കുന്നത്? ഏത് രീതിയിലൊക്കെയാണ് സേവിക്കുന്നത്?
ഇതുവരെ സേവിച്ചു വന്നിരിക്കുന്നത്? താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏത് സഭയിലാണെങ്കിലും ആ സഭയിൽ ചെയ്യുന്ന സേവനങ്ങൾക്ക് നിലവിൽ അങ്ങനെ താങ്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ അഭിനന്ദിക്കുകയാണ്. ദൈവം താങ്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആ വലിയ മനസ്സിന് നന്ദി, ഒത്തിരി സന്തോഷം. കാരണം ഒരു ദേവദാസൻ എന്ന രീതിയിൽ ഞാൻ അതിന് നന്ദി പറയുകയും കൂടെ ചെയ്യുകയാണ്. ദൈവം സഹായിക്കട്ടെ. ഇനി അങ്ങയുടെ ഒരു വാക്കും കൂടെ, ഇതുവരെയും താങ്കൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി ഒരു സേവന മനോഭാവത്തോടുകൂടെ സഭയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, സഭയെ സേവിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ചിന്തിക്കണം. അതിലൊരു മാറ്റം വരണം കേട്ടോ. കാരണം ദൈവം നമുക്ക് തരുന്ന ആത്മീയവരങ്ങൾ കണ്ടെത്തുക, അവ പ്രയോഗിക്കുക, അവയിൽ വളരുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മറക്കല്ലേ. ദൈവം താങ്കളെ അതിനായിട്ട് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഇന്ന് ഓൺലൈനായി എന്നെ എന്നെ വീക്ഷിച്ച എല്ലാ പ്രിയ സ്നേഹിതർക്കും ഞാൻ ദൈവനാമത്തിലുള്ള നന്ദിയും സ്നേഹവും ക്രിസ്തുയേശുവിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ല രീതിയിൽ പഠിച്ച് മുൻപിലേക്ക് പോകാൻ, നല്ല രീതിയിൽ വചനത്തിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, അത്തരത്തിൽ നമ്മുടെ ആത്മീയ വരങ്ങളെ വളർത്തുവാൻ, അത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ സഭയ്ക്കും സമൂഹത്തിനും ദൈവത്തിനുമൊക്കെയും ഏറ്റവും പ്രയോജനം ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഏറ്റവും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ അങ്ങ് ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരുന്നത് താങ്കൾക്ക് നന്ദി. അതിനുശേഷമായി യൂട്യൂബിലൂടെ വീക്ഷിക്കുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട നോട്ടുകൾ, പ്രത്യേകിച്ച് PDF നോട്ടുകൾ, മലയാളത്തിലുള്ള PDF നോട്ടുകൾ താങ്കൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിലുള്ള ഈ മൊബൈൽ നമ്പർ 9605005605 എന്നുള്ള ഈ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ലിങ്കോ അല്ലെങ്കിൽ ഈ നോട്ടുകളോ ലഭ്യമാകും. ദൈവം താങ്കളെ സഹായിക്കട്ടെ. ഈ വിഷയങ്ങളിന്മേൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് മുൻപിലേക്ക് പോവാം. ദൈവത്തിൻ്റെ മഹത്വകരമായ ശ്രേഷ്ഠകരമായ പദവിയിൽ ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൂടുതൽ വചനം പഠിച്ച് സഭ വ്യത്യാസമില്ലാതെ, സമുദായ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് മുൻപിലേക്ക് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി അവസാനിപ്പിക്കാം. അടുത്ത ചൊവ്വാഴ്ച വൈകുന്നേരം 7:30 നമുക്ക് വീണ്ടും തുടർന്ന് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വരവ് ദീർഘിക്കുന്നുവെങ്കിൽ നമുക്ക് കാണാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുവാനായി ഈ സമയത്തെ നമുക്ക് വേർതിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെടിയങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ വചനം പഠിക്കുവാൻ ഈ സമയത്തെ അങ്ങ് തന്നുവല്ലോ, അതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് അങ്ങയുടെ വചനം പഠിച്ചത് എങ്ങനെയാണ് ഞങ്ങളുടെ ശുശ്രൂഷ മനോഭാവം ഞങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് മറ്റുള്ളവരെ സേവിക്കേണ്ടത്, സഭയെ സേവിക്കേണ്ടത്, അതിലൂടെ ദൈവത്തെ സേവിക്കേണ്ടത് എന്നാണല്ലോ കർത്താവെ ഞങ്ങൾ ഇന്ന് പഠിച്ചത്. അതിനായി സ്തോത്രം. അങ്ങ് തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കൂടുതലായി കർത്താവെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും കർത്താവെ നല്ല രീതിയിൽ ചെയ്യുവാൻ, അത് സ്നേഹത്തോടെ ചെയ്യുവാൻ, സഹോദര മനോഭാവത്തോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ദൈവസ്ഥാനത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയോടെ ജീവിക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളിപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കർത്താവ് അത് വലിയ കുറവായിട്ട് ഞങ്ങൾ ഈ സമയം ഏറ്റെടുക്കുന്നു. ഇനിയുള്ള നാളുകളിൽ സഭയുമായി ബന്ധപ്പെട്ട്, ഞങ്ങളായിരിക്കുന്ന സഭയുമായി ബന്ധപ്പെട്ട, സഭയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടവയൊക്കെയും ആലോചിച്ചൊക്കെയും എന്താണോ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്, അങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവെ, ഞങ്ങളതിനെ ബലപ്പെടുത്തണം. അതിനുള്ള മുഖാന്തരങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തരണം. അങ്ങനെ അങ്ങയെ സ്നേഹിക്കുവാൻ, സഭയെ സേവിക്കുവാൻ, സമൂഹത്തെ സേവിക്കുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണം. കർത്താവ് ഒരിക്കൽ കൂടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഉള്ളവരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ശേഷം ഇത് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും കടാക്ഷവും എപ്പോഴും പ്രിയപ്പെട്ടവരോട് കൂടി ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുത്തെ പ്രാർത്ഥനകളും യാചനകളൊക്കെയും, കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളൊക്കെയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എൻ്റെ പ്രിയ സ്നേഹിതരെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങളും നന്ദിയും ആശംസയും അനുഗ്രഹാശിസുകളും അറിയിക്കുന്നു. ദൈവം നമ്മേവരെയും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൽ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം.